ഡോക്ടർ മോഹൻ വർഗീസ്, പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചതിന് ശേഷവും ഗാസയിൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണല്ലോ ഇസ്രായേൽ. ഗാസയിൽ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കരാറിനെ അംഗീകരിക്കുന്നതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് ഈയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നതും. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിൻ്റെ റോഡ് മാപ്പിനെ അറബ് രാജ്യങ്ങൾ പോലും പിന്തുണച്ചതുമാണ്. എന്നിട്ടും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആക്രമണം തുടരുമ്പോൾ ഗാസയിലെ സമാധാന കരാറിൻ്റെ ഭാവി എന്താകും? റോഡ് മാപ്പ് ടു പീസ് ഇൻ ഗാസ, അതിൻ്റെ ഭാവി എന്താവും? നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഗാസയുടെ മണ്ണിൽ അന്തിമ സമാധാനം ഉണ്ടാകുന്നതിൻ്റെ ഒരു രൂപരേഖ, അത് ഘട്ടങ്ങളായി നടക്കേണ്ടതാണ്. അതിലെ ആദ്യ ഘട്ടമായ വെടിനിർത്തൽ കഴിഞ്ഞ വർഷം തന്നെ 2025 ഒക്ടോബറിൽ തന്നെ എത്തിച്ചേർന്നതാണ്. അതിനുശേഷം ഒരു സ്റ്റെയിൽമേറ്റിലായിരുന്നു ദീർഘകാലം, ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥ. അവിടെ ഇസ്രയേലി സൈന്യങ്ങൾ ഗാസ വളഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും ഗാസയുടെ മണ്ണിൻ്റെ 53% ഭാഗം ഇപ്പോഴും ഇസ്രയേലിൻ്റെ കൈവശം തന്നെയാണ്. അവർ കൺട്രോൾ ചെയ്യുന്ന ഭാഗം, അതായത് ഗാസയുടെ കിഴക്കൻ അതിർ, പടിഞ്ഞാറൻ അതിരാണല്ലോ ഇസ്രായേൽ, കിഴക്കൻ അതിരിൽ ഒരു യെല്ലോ ലൈൻ സ്ഥാപിച്ചുകൊണ്ട് അതിന് പുറത്ത് നില ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലി ഫോഴ്സസ്, IDF. അപ്പോൾ ഈ മഞ്ഞ ലൈൻ എന്ന് പറയുന്നത് പെയിൻറ്റ് കൊണ്ട് വരയ്ക്കുന്നതല്ല, മഞ്ഞ നിറമുള്ള കല്ലുകൾ പാകി, കോൺക്രീറ്റ് സ്ലാബുകൾ പാകി, ഈ മഞ്ഞക്കുറ്റി എന്ന് പറയുന്നത് പോലെ നമ്മുടെ കേരളയിലുമായി ബന്ധപ്പെട്ട് കുറ്റി അടിച്ചതുപോലെയുള്ള സ്ലാബുകൾ വിശാലമായ അർത്ഥത്തിൽ വിതറി. ഈ സ്ലാബുകൾ ഇപ്പോൾ എടുത്ത് മുന്നോട്ട് മാറ്റുന്ന തിരക്കിലാണ്, അതായത് കൂടുതൽ പടിഞ്ഞാറേക്ക് മാറ്റുന്നു. അപ്പോൾ 53% ഇസ്രായേൽ നിയന്ത്രിച്ചിരുന്നത് ഗാസയുടെ ഏതാണ്ട് 60% ഇപ്പോൾ മാറിയിരിക്കുന്നു. അത് എൻക്രോച്ച് ചെയ്യുകയാണ് പടിഞ്ഞാറേക്ക്. അതായത് ഗാസൻസിന്, പലസ്തീനിയൻസിന് അവകാശപ്പെട്ട ഭൂമിയുടെ അളവ് കുറയുകയാണ്, അല്ലെങ്കിൽ അവരധിവസിക്കുന്ന ഭൂമിയുടെ അളവ് കുറയുകയാണ്. ഇസ്രായേൽ സൈന്യം കൺട്രോൾ ചെയ്യുന്ന ഭൂമിയുടെ അളവ് കൂടുകയാണ്. അതൊരു ഘട്ടം. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ്, അപ്പോഴും ഹമാസ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച വരെ ഗാസയുടെ ഡിഫാക്റ്റോ കൺട്രോൾ വാസ് ക്യാരിഡ് ഔട്ട് ബൈ ഹമാസ്. ഒരു മിലിറ്റൻറ്റ് ഒരു ഗ്രൂപ്പ് എന്ന നിലയിലും, ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്ന നിലയിലും, 2006 മുതലുള്ള അവിടുത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ് എന്ന നിലയിലും ഹമാസ് തന്നെയാണ് അത് ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. കംപ്ലീറ്റ് ഡൈലാപ്പിഡേറ്റഡ്. അവിടെ എന്താണ് നിയന്ത്രിക്കാൻ, എന്താണ് അവശേഷിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഏതാണ്ട് 73,000 പേര് മരിച്ചു. ഈ കേവലം 23 ലക്ഷം പേരിലാണ് 73,000 പേര് മരിച്ചത്. 1,50,000 പേരും പേർക്ക് അംഗഭംഗം വരികയോ സീരിയസ് ആയി മുറിവേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. 10,000 കുട്ടികൾ മരണപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നു. സമാധാന പ്രക്രിയ ഉണ്ടായി, വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞ വർഷം. അതിനുശേഷം പോലും 1,118 പേരാണ് വിവിധ ഏജൻസികളുടെ ഒരു കണക്കുകൾ നോക്കുമ്പോൾ ഈ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ഗാസയിലെ നരനായാട്ട് തുടരുന്നു. ഏറ്റവും വൈകി വരുന്ന വിവരം അനുസരിച്ച് തന്നെ കഴിഞ്ഞ ദിവസം, അപ്പോൾ ഇതെല്ലാം ഈ ബോർഡർ പീസിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നു, ഒരു അടുത്ത ലെവലിൽ നിരായുധീകരണം സംഭവിക്കുന്നു. അതെല്ലാം കേൾക്കുമ്പോഴും ഇസ്രായേലി അറ്റാക്കിൽ 5 ജീവനുകൾ കഴിഞ്ഞ ദിവസം പൊലിഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? റോഡ് മാപ്പ് അനൗൺസ്ഡ് ബൈ ഡൊണാൾഡ് ട്രംപ്. അതിൻ്റെ ഭാവി എന്താണ്? അതനുസരിച്ച് അതിൻ്റെ റോഡ് മാപ്പിൻ്റെ ഘട്ടങ്ങളും കൂടെ നമുക്ക് നോക്കാം. ആദ്യഘട്ടം കഴിഞ്ഞു, അതായത് വെടിനിർത്തൽ. ഒരു സ്ട്രെയിൻഡ് സീസ് ഫയറാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി വെടിനിർത്തൽ എന്ന് പറയാനാവില്ല. സമ്മർദ്ദം അനുഭവിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തലാണ്. ഇസ്രായേൽ ചുറ്റും നിരന്നു നിൽക്കുകയാണ്. ഇസ്രായേലി ഹോവിറ്റ്സേഴ്സ് അല്ലെങ്കിൽ ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ഏത് നിമിഷവും ഗാസയുടെ മണ്ണിൽ തീമഴ വിതറാൻ സാധിക്കും. അതുമാത്രമല്ല, ഹമാസ് ഇപ്പോഴും പൂർണ്ണമായി നിരായുധരായിട്ടില്ല എന്നോർക്കണം. ഹമാസ് ഇപ്പോഴും കൺട്രോളാണ്. അവിടെ നിന്നുകൊണ്ട് നിർണായകമായൊരു മാറ്റമാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ഹമാസ് ഹാസ് എഗ്രീഡ് ടു ലേ ഡൗൺ ആംസ്. ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസ് സമ്മതം മൂളിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അധികാരം വിട്ടൊഴിയാനും ഹമാസ് സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അധികാരം വിട്ടൊഴിയുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം ആയുധങ്ങൾ താഴെ വയ്ക്കുകയല്ല, അധികാരം വിട്ടൊഴിഞ്ഞ് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുക. ബോർഡർ പീസിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു കമ്മിറ്റിയെ
ടെക്നോക്രാറ്റുകളുടെയും മറ്റുമുള്ള അവർ നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ ഘടനകളൊക്കെ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ആ കമ്മിറ്റിയെ തൽക്കാലത്തേക്ക് അധികാരം ഏൽപ്പിക്കുക. ദാറ്റ് ഈസ് ദി ട്രാൻസിഷണൽ സ്റ്റേജ്. ഒരു ഇടക്കാല സ്റ്റേജാണ്. ആ ഇടക്കാല സ്റ്റേജിൽ നടക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 2ാം ഘട്ടത്തിൽ നടക്കേണ്ട 2 കാര്യങ്ങൾ. അതിലൊന്ന് ഇസ്രയേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റമാണ്. 2 ഹമാസിൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ ഏൽപ്പിക്കുക എന്നതാണ്. അപ്പം ഇവിടെയാണ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരു തർക്കമെന്ന് പറയുന്നത് ഇത് 2 ആരാദ്യം പാലിക്കും. ഇസ്രായേൽ സേന പിൻവാങ്ങിയെങ്കിൽ മാത്രമേ തങ്ങൾ പുതിയ ഭരണകൂടത്തിന് അല്ലെങ്കിൽ പുതിയ സംവിധാനത്തിന് സെക്യൂരിറ്റി ഇൻറ്റീരിയം ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസിങ് ഫോഴ്സ് അതിന് മുൻപാകെ ആയുധങ്ങൾ തങ്ങൾ സറണ്ടർ ചെയ്യാം. പക്ഷേ ആദ്യം ഇസ്രായേൽ സേന ഗാസ മണ്ണിൽ നിന്നും 60% കൈയടക്കി വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായി പിന്മാറണം. അതിന് ഇസ്രായേൽ ഒരുക്കമല്ല. അതാണ് ഒന്ന്. 2, ഈ പറയുന്ന ആയുധങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യും? ഇവിടെയെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആയുധങ്ങളാണ്. ഇപ്പോഴും പൂർണ്ണ സജ്ജരെന്ന് പൂർണ്ണമായി ആംഡ് എന്ന് പറയാനാവില്ല. ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉൾപ്പെടെ മിസൈലുകൾ ഉൾപ്പെടെ ചെറുകിട മിസൈലുകൾ ഉൾപ്പെടെ ഗാസയുടെ മണ്ണിൽ ഉണ്ട്. അത് ഇസ്രായേലിന് തുടർന്നും ഭീഷണി തന്നെയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ശരിയായിരിക്കാം. അപ്പോൾ ഇത് കൈമാറ്റം ചെയ്യണമെങ്കിൽ ഇസ്രായേൽ പിന്മാറണമെന്ന നിബന്ധന പാലിക്കപ്പെടില്ല. കാരണം ഇസ്രായേൽ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ തട്ടി ഗാസ പീസ് പ്ലാൻ തകരും. ഇത് അനുവദിക്കാനാവില്ലല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനപരമായി ട്രാൻസിഷൻ ടു ദി പോപ്പുലർ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് നടക്കണം, അധികാരം കൈമാറണം. അപ്പോൾ ഇവിടെ ഇപ്പം സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നത് എവിടെയാണ്? ഇസ്രയേലി അനുകൂല മിലീഷ്യകളുണ്ട് അവിടെ. ഇത് ഗാസയുടെ പലസ്തീൻ മിലീഷ്യകൾ മാത്രമല്ല, പലസ്തീനികൾ തന്നെ ഇസ്രായേൽ പക്ഷപാതികളായ ചില പലസ്തീനിയൻ മിലീഷ്യകളുമുണ്ട്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് കൗണ്ടർ ഒഫൻസീവ് ഈ പ്രക്രിയ എങ്ങനെയും അട്ടിമറിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് സാധിക്കും. അപ്പോൾ അതിന് തീർച്ചയായും ഒരു ടോട്ടലി ഇമ്പാർഷ്യൽ ഇൻഡിപെൻഡൻറ്റ് സെൻസിബിൾ തീരുമാനങ്ങളാണ് വേണ്ടത് ഈ ബോർഡ് ഓഫ് പീസിൻ്റെ ഭാഗത്ത് നിന്ന്. ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ വ്യാപകമായ ഒരു ഇൻവോൾവ്മെൻറ്റുള്ള ധാരണയാണ്. കാര്യം നമ്മളതിനെ അമേരിക്ക മുന്നോട്ട് വെച്ച ആശയം എന്ന നിലയിൽ കണ്ടാൽ പോലും അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ശരിയല്ല. കാരണം സമാധാനത്തിന് ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ട്രംപ് ആണെങ്കിൽ പോലും, ട്രംപിൻ്റെ മാനവ മഹത്വം വർദ്ധിപ്പിക്കാൻ ആണെങ്കിൽ പോലും ശാശ്വതമായ സമാധാനം വരണമെങ്കിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവേണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തർക്കം എന്ന് പറയുന്നത് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, ക്രൈസിസ് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യമുള്ളതായി തോന്നുന്നില്ല. അമേരിക്കയ്ക്ക് ആത്മാർത്ഥമായ താല്പര്യം ഉണ്ട്. പക്ഷേ ഇസ്രായേലിനെ വെറുപ്പിച്ചുകൊണ്ട്, ഇസ്രായേലിനെ പൂർണ്ണമായി അടിച്ചമർത്തിക്കൊണ്ട്, ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങനെ നീങ്ങാനുമാവില്ല. അത് എക്കാലത്തും തെളിഞ്ഞിട്ടുള്ളതാണ്. ഇറാൻ്റെ വിഷയത്തിലും അത് തെളിഞ്ഞിട്ടുള്ളതാണ്. ഹിസ്ബുള്ളയുമായുള്ള തർക്കത്തിലും അത് തെളിഞ്ഞിട്ടുള്ളതാണ്. അവസാനം ഇസ്രായേലിൻ്റെ സ്കീം ഓഫ് തിങ്സിനോട് മൗന അനുവാദം നൽകാൻ അമേരിക്ക തയ്യാറാവുമോ? അങ്ങനെയെങ്കിൽ ബോർഡ് ഓഫ് പീസ് പൊളിയുകയാണ്. ഇതിപ്പോൾ ശുഭതർക്കമായ കാര്യമാണ്. കാരണം ആരും ചിന്തിച്ചില്ല ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഹമാസ് പെട്ടെന്ന് തങ്ങൾ ആയുധം താഴെ വെക്കുന്നു, തങ്ങൾ അധികാരം വിട്ടൊഴിയാൻ തയ്യാറാണ്, അല്ലെങ്കിൽ വിട്ടൊഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു സർപ്രൈസിംഗ് ആണ്. പക്ഷേ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്രക്സിലേക്ക് നമുക്ക് ഇറങ്ങാനാവൂ. നോക്കൂ, ദീർഘകാലമായി ഇറാൻ പോരാട്ടത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് റൗണ്ട് ഓഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് ഫെബ്രുവരി 28, 2026. അപ്പോൾ 6 മാസത്തിലധികമായി തുടരുന്ന കോൺഫ്ലിക്റ്റ് അതൊരു അവസാനമില്ലാതെ പോകുമ്പോൾ ഹമാസിന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ ഇനി പരിമിതികളുണ്ട്, വലിയ പരിമിതികളുണ്ട്. ഒരു രീതിയിലും ഹമാസിൻ്റെ കയ്യിലേക്ക് ഇറാനിയൻ ആയുധങ്ങൾ എത്തില്ല ഉറപ്പാണ്. അതുമാത്രമല്ല, സിറിയയിൽ നിന്നും ആയുധങ്ങൾ എത്തില്ല. കാരണം സിറിയയുടെ ഭരണകൂടം മാറി, ബാഷർ അൽ അസദ് മാറി, അൽ ഷറ ഭരണകൂടമാണ്. അപ്പോൾ ഇസ്രായേലിന് കൂടി നിയന്ത്രിക്കാവുന്ന, അമേരിക്കയ്ക്ക് കൂടി നിയന്ത്രിക്കാവുന്ന, മോണിറ്റർ ചെയ്യാവുന്ന ഒരു ഭരണകൂടമാണ്. അപ്പോൾ അനുകൂലമായ, ഏതാനും വർഷങ്ങൾ മുൻപ് വരെ ഉണ്ടായിരുന്ന അനുകൂലമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഹമാസിന് ഇല്ല. അതുമാത്രമല്ല, വലിയ അറബി ലോകത്തിൻ്റെ പിന്തുണ, അത് മാനസികമായ പിന്തുണയാണ്. അറബ് ലോകങ്ങൾ
വലിയ രീതിയിൽ ഇറാനെ എങ്ങനെ മെരുക്കും എന്ന ചിന്തയിലാണ്. അല്ലെങ്കിൽ അവിടെ സമാധാനം, തങ്ങളുടെ തന്നെ സുരക്ഷ ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ സൈന്യങ്ങളെ അയച്ചൊന്നും തങ്ങളെ ഒരിക്കലും സഹായിച്ചിട്ടില്ല, ഇനിയും സഹായിക്കില്ല, അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പ്രസക്തമായ ഒരു യൂണിറ്റായി നിലനിൽക്കാൻ കഴിയണം. ഹമാസ് ഒരുപക്ഷെ പിരിച്ചുവിടപ്പെടില്ല, ഒരിക്കലും ഹമാസ് പിരിഞ്ഞു പോകണം എന്ന ഇസ്രായേലി ആഗ്രഹം നടപ്പാവില്ല. ഒരു സാമൂഹിക സംഘടന എന്ന നിലയിലോ ഒരു സാംസ്കാരിക ഗ്രൂപ്പ് എന്നുള്ള നിലയിലോ തുടരാനാവും ഹമാസിൻ്റെ ഒരു തീരുമാനവും ആഗ്രഹവും. പക്ഷേ സായുധ സംഘം എന്ന നിലയിൽ ഹമാസ് മാറുകയാണ്, അവരുടെ റോൾ അവർ മാറുകയാണ്. അവർ പറയുന്നു, ശരി, തങ്ങൾ അധികാരത്തിന് വേണ്ടിയല്ല നിലനിന്നത്, തങ്ങൾ ഒരു പലസ്തീനിയൻ കോസിന് വേണ്ടി, പലസ്തീൻ സ്വതന്ത്ര പരമാധിക രാജ്യമാവണം, അതിനുവേണ്ടി തങ്ങൾ തുടർന്നും പ്രവർത്തിക്കും സമാധാനപരമായി. ആയുധമെടുത്തുകൊണ്ട് തങ്ങൾ പോരാടുന്നില്ല, ഒരു ഘട്ടം വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നു. ഇനി ലോകം അത് ഏറ്റെടുക്കണം. ഓസ്ലോ കരാറിൻ്റെ അടിസ്ഥാനത്തിലോ സബ്സിക്വൻറ്റ് കരാറുകളുടെ ഏതെങ്കിലും ഇനി വരാൻ പോകുന്ന കരാറുകളുടെ അടിസ്ഥാനത്തിലോ ഒരു പവർ ട്രാൻസ്ഫർ ഉണ്ടാകണം. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന സങ്കല്പം യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ ഇറാൻ അമേരിക്ക വിഷയം ഉൾപ്പെടെ, ഇസ്രായേൽ ഇറാൻ വിഷയം ഉൾപ്പെടെ ആത്യന്തികമായി പരിഹരിക്കപ്പെടൂ. ഗൾഫ് മേഖലയിൽ ശാന്തത ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന വിഷയം ഇതുതന്നെയാണ് എന്ന് ലോകത്തോട് ഹമാസ് പറയുകയാണ്. അല്ലെങ്കിൽ ആ മെസ്സേജാണ് ഇതിലൂടെയെല്ലാം ഒക്ടോബർ 7, 2023 അപലപനീയമായ സംഭവമാണ്. ഞാൻ ഒരിക്കൽ പോലും അതിനെ ന്യായീകരിച്ചിട്ടില്ല, ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അതല്ല മാർഗം. പക്ഷേ അതൊരു ടേണിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് ഹമാസിന് ഉണ്ടായ നേട്ടം എന്താണ്? ഈ ശ്രദ്ധ, പലസ്തീനിയൻ കോസ് മനുഷ്യ മനസ്സുകളിൽ, ലോക മനസ്സുകളിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്ന, മാഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന പലസ്തീനിയൻ കോസ്, പലസ്തീനിയൻ രാഷ്ട്രം എന്ന വാദം ഒരിക്കൽ കൂടി സെൻട്രൽ പോയിൻ്റായി വരികയാണ്. ഇപ്പം ഇതിനെല്ലാം കൂടി നമ്മളൊരു ഇസ്രായേൽ ഹമാസ് വിഷയം ഒറ്റക്കെടുത്ത് സംസാരിച്ചാൽ ഇത് മനസ്സിലാവില്ല, നമുക്ക് ആർക്കും മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ ലാർജർ സെറ്റിംഗ്, മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആത്യന്തിക ശാന്തതയും സമാധാനവും, സുഗമമായ ഇക്കണോമിക് ആക്ടിവിറ്റി, എണ്ണ വിതരണം, പ്രവാസികൾക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം. അതിനെ ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമായിട്ട് എടുക്കാൻ പാടില്ല, പറ്റില്ല. ഗാസയിലെ സംഭവം, വെസ്റ്റ് ബാങ്കിലെ കാര്യവും എല്ലാം ചേർത്തുകൊണ്ട്, ഗാസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് പലസ്തീൻ അറബി ജനത വസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പൂർണ്ണ സ്വതന്ത്ര പരമാധികാര ഭരണകൂടം ഉണ്ടാവണം, രാജ്യം ഉണ്ടാവണം. അന്താരാഷ്ട്ര സമൂഹം അത് അംഗീകരിക്കണം, ഇസ്രായേൽ അവരെ അംഗീകരിക്കണം. മറിച്ച് അറബ് രാജ്യങ്ങൾ അബ്രഹാമിക കരാർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും അറബ് രാജ്യങ്ങളും പുതിയതായി രൂപീകരിക്കാൻ സാധ്യതയുള്ള പലസ്തീൻ രാഷ്ട്രവും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ പൂർണ്ണമായി അംഗീകരിക്കണം. കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള മനസ്സാണ് പ്രധാനം. എക്സിസ്റ്റ് ചെയ്യുക എന്നത് ഒന്നാണ്, തട്ടിമുട്ടിയും കലഹിച്ചും യുദ്ധം ചെയ്തും എക്സിസ്റ്റ് ചെയ്യാം. കോ എക്സിസ്റ്റ് ചെയ്യുക, സഹവസിക്കുക, അധിവസിക്കുകയല്ല സഹവസിക്കുക, ഇതിനുള്ള മാനസികമായ അവസ്ഥ രണ്ടു കൂട്ടർക്കും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഇറാൻ വിഷയമൊക്കെ പഴങ്കഥയായി മാറും. അവിടെ പിന്നെ വിഷയങ്ങളില്ല, ഇതൊന്നും തന്നെ ഇറാനും സൗദിയും തമ്മിലോ ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത്. പലസ്തീൻ വിഷയത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇറാൻ ഇടപെട്ടതും, ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായതും, അമേരിക്ക ഇടപെട്ടതും, പിന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമായതും, ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടതും. യുദ്ധമല്ല, അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ പോലും യുദ്ധസമാനമായ സാഹചര്യമല്ലേ. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായ പലസ്തീൻ കോസാണ്. അവിടെയാണ് ബോർഡ് ഓഫ് പീസ്, വലിയ പ്രതീക്ഷയോടുകൂടി നിലവിൽ വരുന്ന ബോർഡ് ഓഫ് പീസിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ദ റോഡ് മാപ്പ്. ആ റോഡ് മാപ്പ് ഇപ്പോൾ 3 വർഷം എടുക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു ഇപ്പം ഈ ഉദ്യോഗസ്ഥന്മാരെ ആരാണ് നിയമിക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമല്ലേ, ഒരു ഇൻറ്റീരിയം അറേഞ്ച്മെൻറ്റ് ഉണ്ടാകണം, ഇടക്കാല സർക്കാർ ഉണ്ടാകണം, അതായത് കമ്മിറ്റി എന്നാണ് പറയുക, ആ കമ്മിറ്റി, ഇൻറ്റീരിയം കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ കീഴിൽ ആരാണ് പ്രവർത്തിക്കേണ്ടത്? ഹമാസിൻ്റെ കീഴിൽ ഒരു ഗവൺമെൻറ് ആയിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഹെൽത്ത് വർക്കേഴ്സുണ്ട്, ബ്യൂറോക്രാറ്റുകളുണ്ട്, ഈ സർവീസ് പേഴ്സണലുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ പുനരധിവാസം, അവരാണ് എക്സ്പെർട്ടീസ് ഉള്ളത്. താഴെത്തട്ടിൽ ഒരു ബൾബ് പോയാൽ മാറ്റിയിടാൻ ഒരു ആൾ വേണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കാൻ ആൾ വേണം. അതൊന്നും വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ചെയ്യില്ല. അതുകൊണ്ട് അവിടെ ഇവരെ റീഡിപ്ലോയ് ചെയ്യണം, പുതിയ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതെല്ലാം തന്നെ വലിയ സങ്കീർണമായ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഒരു 3 വർഷത്തെ
ഒരു ടൈം ഫ്രെയിമാണ്. ഈ 14 ദിവസം നിർണായകം. ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു, ഇനി ഒരു 12 ദിവസം കൂടി. ഈ 14 ദിവസം നിർണായകമാണ്. അവിടെ ഒരു രീതിയിലുള്ള സംഘർഷവും ഉണ്ടാവരുത് എന്ന നിഷ്കർഷ ഭഞ്ജിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരാക്രമണത്തിൽ 5 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരോ ഘട്ടങ്ങൾ 1 by 1 ആയിട്ട് ഓരോ ഘട്ടങ്ങൾ നോക്കണം. 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ പൂർണ്ണമായ ഒരു ശാന്തത ഉണ്ടാവുകയും അതിനുശേഷം വേണം റീകൺസ്ട്രക്ഷൻ പൂർണ്ണതോതിൽ ഉണ്ടാകുന്നത്. അതിനുള്ളിൽ തന്നെ റീകൺസ്ട്രക്ഷൻ തുടങ്ങും. ഒരു കെട്ടിടവും 90% കെട്ടിടങ്ങളും റബിൾസാണ്, നിലംപരിശായി കിടക്കാൻ. ചിത്രങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് അതല്ലേ. എവിടെയാണ് ഒരു പോറലേൽക്കാത്ത, മിസൈൽ ഏൽക്കാത്ത, വെടിയേൽക്കാത്ത ഏത് കെട്ടിടമാണുള്ളത്? ഇതെല്ലാം പുനഃസൃഷ്ടിക്കണ്ടേ? കേവലം 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത്. അത് മുഴുവൻ തന്നെ ജനവാസ മേഖലയാണ്. ഓപ്പൺ ജയിൽ എന്നാണല്ലോ പറയുക അതിന്. അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റഡ്, ഹെവിലി കോൺസെൻട്രേറ്റഡ് അല്ലെ ജനസാന്ദ്രത ലോകത്ത് ഏറ്റവും കൂടിയ ഇടങ്ങളിൽ ഒന്നാണ് ഗാസ. അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതൊന്നും 3 വർഷം കൊണ്ട് തീരില്ല എന്നറിയാം. എങ്കിൽ പോലും ശുഭോദർക്കമായി കാര്യങ്ങൾ കാണണമെങ്കിൽ തുടർച്ചയായി നടക്കുന്ന ഇസ്രയേലി അറ്റാക്ക് ഓൺ ഗാസ നിർത്തണം. നിരായുധീകരണം മീനിങ് ഫുള്ളായി നടക്കണം. ഹമാസ് ആയുധങ്ങൾ താഴെ വെച്ചേ പറ്റൂ. അത് ഇസ്രയേൽ സമാന്തരമായി ഇത് ഇൻ ടാൻഡം ചെയ്യണം. എൻ്റെ ഒരു ചിന്ത പോകുന്നത് ഇങ്ങനെയാണ്. ഇൻ ടാൻഡം ഇസ്രയേൽ സേന പിൻവാങ്ങുന്ന മുറയ്ക്ക് സമാന്തരമായി ആയുധങ്ങൾ താഴെ വയ്ക്കണം. ആയുധങ്ങൾ പൂർണ്ണമായി കൈമാറ്റപ്പെടുന്ന ആ നിമിഷം ഇസ്രയേലി ഭടന്മാരിൽ ഒരാൾ പോലും ഗാസയുടെ മണ്ണിൽ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കുക. സിങ്ക്രണൈസ്ഡ് വിഡ്രോവൽ പ്ലാൻ, സിങ്ക്രണൈസ്ഡ് ഹാൻഡിങ് ഓവർ ഓഫ് വെപ്പൺസ്, ഇതാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം. ബോർഡ് ഓഫ് പീസിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ, സമാധാനം കൊണ്ടുവരട്ടെ. ട്രംപ് എന്തും പറയട്ടെ, ട്രംപ് മാനവ മഹത്വം എടുക്കുന്നെങ്കിൽ എടുത്തുകൊള്ളട്ടെ. ഗാസയുടെ ജനങ്ങൾ ജീവിക്കട്ടെ. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആത്യന്തികമായ സമാധാനം ഉണ്ടാവട്ടെ.